ഹലോ ഡിയർ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിന്ന് നല്ലൊരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ബീഫ് വരട്ടിയതെന്നോ ബീഫ് റോസ്റ്റെന്നോ നമുക്ക് പറയാം കേട്ടോ. വളരെ സിമ്പിളായിട്ടും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പം നന്നായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് എല്ലില്ലാത്ത ബീഫാണ് കേട്ടോ. ബോൺലെസ് ആയിട്ടുള്ള നല്ല ഫ്രഷ് ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ. 1/2 കിലോ ബീഫിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. കുക്കറിലേക്ക് ഇട്ട് അത് ബീഫിൻ്റെ വേവ് അനുസരിച്ച് നമുക്ക് വ്യത്യാസം ഉണ്ടാവും വിസിലിന്. അപ്പോൾ അത് നിങ്ങളെടുക്കുന്ന ബീഫ് എത്രയാണോ അതിൻ്റെ കുക്കറിൻ്റെ ഒക്കെ ഒരു ക്വാളിറ്റി അനുസരിച്ച് വിസിൽ നോക്കി വെക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി അതിൻ്റെ അകത്തേക്ക് വേണ്ടുന്ന മസാലകൾ ആദ്യം ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടി മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല. നമ്മുടെ ഈ പൊടികളെല്ലാം ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി എല്ലാം മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ബാക്കിയെല്ലാം 1 ടീസ്പൂൺ വെച്ചിട്ടുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഗരം മസാല ഈ ടൈമിൽ ഞാൻ ചേർക്കുന്നില്ല. ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പും ചേർത്ത് കൊടുത്തു. ഒരു 1/4 ഗ്ലാസ് വെള്ളം മാത്രം ചേർത്ത് കൊടുത്തു. കാരണം ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ ഒരുപാട് വെള്ളം നമുക്ക് വേണ്ട. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിസിൽ എപ്പോഴും എത്ര ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ട് നമുക്ക് വെക്കണം. കാരണം ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ തീരെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, കുഴഞ്ഞു പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കാം കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ മസാല ഉണ്ടാക്കാം. ഒരു പാനിലേക്ക് നന്നായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഈ നാടൻ കറികൾക്ക് എപ്പോഴും ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ഒരു 2 ഏലക്ക, ഞാൻ 1/2 കിലോ ബീഫ് എടുത്തുകൊണ്ടാണ് 2 ഏലക്ക എടുത്തത്. നിങ്ങൾ 1 കിലോ ആണെങ്കിൽ ഒരു 3 4 ഒക്കെ എടുക്കാം കേട്ടോ. എപ്പോഴും നമുക്ക് മീറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അധികം മസാലകൾ ചേർക്കാണ്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കുറച്ചധികം വെളുത്തുള്ളി ചതച്ച് തന്നെ ഇട്ട് കൊടുക്കാം. ഭയങ്കര ടേസ്റ്റാണ്. അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്ത് നോക്കിക്കോളൂ. അപ്പം അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് ഇഞ്ചി നമ്മുടെ ജൂലിയൻ കട്ടായിട്ട് ഇട്ട് കൊടുത്ത് കുറച്ചധികം തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ അകത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. തേങ്ങ കൊത്തല്ല, തേങ്ങയാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ തേങ്ങയും ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് മൂത്ത് വരണ്ടാവും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ പച്ച മണം നമുക്കൊന്ന് പോയി വന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് എരിവിന് വേണ്ടുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന സവോള, ഞാനൊരു 4 സ്മോൾ സവോളയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. മീഡിയം ആണെങ്കിൽ ഒരു 3 മതിയാവും. അതും ഡിപ്പെൻഡ്സ് അപ്പോൾ എത്രയാണോ ബീഫ് എടുക്കുന്നത് അതനുസരിച്ച്. ഇനി നമുക്ക് ഉപ്പിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ബീഫ് എന്തായെന്ന് നോക്കിയാലോ. അപ്പം ബീഫ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ആ ഗ്രേവി ഒന്നും നമുക്ക് കളയണ്ട, അത് നമുക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ. അപ്പം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഒരു 95 അത്ര ലെവൽ മതി, നമുക്ക് വെന്ത് കിട്ടിയാൽ മതി ഈ ഒരു സമയം കേട്ടോ. ഇനി ബാക്കി നമ്മൾ അതിൻ്റെ അകത്ത് മസാലയിലേക്ക് ഒഴിക്കുമ്പോൾ ബാക്കി റെഡിയായി കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ അത് ഓൾമോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് ഒരു 1.5 ടീസ്പൂൺ ടീസ്പൂണാണ്, ടേബിൾ സ്പൂണല്ല, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂണോളം നമുക്ക് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക, അതായത് ഫെനൽ സീഡ്, അതും ചേർത്ത് കൊടുത്ത് മഞ്ഞൾപ്പൊടി ഞാൻ ഒരു 1 ടീസ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. ഒരുപാട് മസാലകൾ ചേർക്കേണ്ട. മുളക് പൊടി ഒരു 1/2 ടീസ്പൂണും ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് പോയി വരട്ടെ. ഒരു തക്കാളി എടുക്കാം. മീഡിയം സൈസ് ആണെങ്കിൽ ഒരു തക്കാളി, അധികം പുളിയില്ലാത്ത തക്കാളി എടുക്കാൻ നോക്കുക കേട്ടോ. അല്ലെങ്കിൽ വലുതാണെങ്കിൽ ഒരു 1/2 തക്കാളി എടുത്താൽ മതി. കാരണം ഒരുപാട് പുളി വേണ്ട ഈ ബീഫ് കറിക്കൊന്നും. അപ്പോൾ നമുക്ക് കിട്ടും നന്നായിട്ട് അതിനെയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ആ ബീഫിൻ്റെ ചാറ് ആദ്യം ഒഴിച്ചു കൊടുക്കാം. ചാറ് ഒഴിച്ചു കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ ബീഫ് ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് ഇതിൽ നിന്നൊന്നും മാറ്റി വെക്കാനില്ല. എല്ലാം ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുത്ത് അത് വറ്റി വന്നിട്ടുള്ളൂ നമുക്ക് മിക്സായി കിട്ടും കേട്ടോ. നമുക്കിനി അതിനെ അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വറ്റി നമുക്ക് ഒരു വരട്ടിയെടുക്കുന്ന ഒരു പരുവത്തിന് കിട്ടണം. പിന്നെ ചാറ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് അത്രത്തോളം നിങ്ങൾക്ക് വഴറ്റിയെടുക്കേണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. പക്ഷേ അത് നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോൾ അതിന് വേറെ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് വേണ്ടുന്ന കറിവേപ്പില ഇട്ട് കൊടുത്ത് കുറച്ച് ഇഞ്ചി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുത്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള ബീഫ്
ബീഫ് വരട്ടിയത് റെഡിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടിപൊളി കോമ്പിനേഷനാണ് പൊറോട്ടൻ്റെ കൂടെയും ചപ്പാത്തീൻ്റെ കൂടെയൊക്കെ. അതുപോലെ വേണ്ട നമുക്ക് ചോറിൻ്റെ കൂടെ പോലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈ ആണ്. ഒരുപാട് നമുക്ക് ആർട്ടിഫിഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കെമിക്കൽ നമുക്കാണെങ്കിൽ കടകളിൽ നിന്ന് മേടിക്കുന്ന ഒരു പൗഡറിൻ്റെ ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.